നിങ്ങൾ യൂറോപ്പിലോട്ട് ജോലി നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അഥവാ ഇന്നത്തെ വീഡിയോക്ക് നമ്മൾ പറയാൻ പോകുന്നത് ലിത്വാനിയയ്ക്കുള്ള ഒരു വർക്ക് പെർമിറ്റിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോക്ക് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ യൂറോപ്പിലോട്ട് ജോലിക്ക് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ചെയ്യുക, അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് വർക്ക് പെർമിറ്റ് ഇപ്പോൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അഥവാ ഇതിനകത്ത് നമുക്ക് ആക്ച്വലി ഒരു ഇവൻ്റാണ്. അപ്പോൾ ഇതിനകത്ത് രജിസ്ട്രേഷനാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് നമ്മളെ യൂറോപ്പ് മോഡൽ റിസ്യൂം വെച്ചിട്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിന് രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ നമ്മളിപ്പോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള ചാർജസിന്. നമുക്ക് ഏതൊക്കെ വേക്കൻസിയാണ് ഇതിനകത്ത് വരുന്നത് നോക്കാം. 2 കാറ്റഗറീസിൽ വരുന്നത് സ്കിൽഡും അതേപോലെ തന്നെ അൺസ്കിൽഡും. സ്കിൽഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നത് ചീസ് മേക്കേഴ്സ്, അതേപോലെ തന്നെ പ്രൊഡക്ഷൻ ലൈൻ ഓപ്പറേറ്റേഴ്സ്, മെഷീൻ ഓപ്പറേറ്റേഴ്സ്, ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടേഴ്സ്. അതേപോലെ തന്നെ അൺസ്കിൽഡ് കാറ്റഗറീസിലോട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഡയറി ഫാം വർക്കേഴ്സ്, അതേപോലെ തന്നെ പാക്കിംഗ് വർക്കർ, അതേപോലെ തന്നെ വെയർഹൗസ് വർക്കർ, ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ്, പാക്കിംഗ് ജോബ്സ്, ഇങ്ങനെയുള്ള കാറ്റഗറീസിലോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജോബാണ് ഇപ്പോൾ കറൻറ്റ്ലി വന്നിരിക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ ഇപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് സെലക്റ്റഡ് ആവുന്നവർക്ക് അവർ ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കും കണ്ടക്ട് ചെയ്യാം. ഇത് തീർച്ചയായിട്ടും ബന്ധപ്പെടാം. അപ്പോൾ ഈ സ്ക്രീനിൽ കൊടുത്തേക്കുന്ന നമ്പറിൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം താല്പര്യമുള്ള ആളുകൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതേപോലെ അത് അപ്ഡേറ്റഡ് റെസ്യൂമേ നമുക്ക് അയച്ചു തരാം. പിന്നെ നമുക്ക് ഇതിനകത്ത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് പ്രൊസീജിയർ വിസക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വിസക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് വരുന്ന ഡോക്യുമെൻ്റ് ഒന്ന് പാസ്പോർട്ട്, വിസ ആപ്ലിക്കേഷൻ ഫോം, ട്രാവൽ ഇൻഷുറൻസ്, അതേപോലെ തന്നെ പ്രൂഫ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്, അതേപോലെ തന്നെ വർക്ക് പെർമിറ്റിൻ്റെ ഡീറ്റെയിൽസ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നത് തീർച്ചയായിട്ടും നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.